എല്ലാവർക്കും വീണ്ടും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ ഫിസിക്സിന് അത്യാവശ്യമായിട്ട് വേണ്ടിവരുന്ന മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ടോപ്പിക്കുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ്, ഞാൻ ഇവിടെയും പറയുന്നു. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞെന്ന് പറയുന്നത് പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇതിനു മുമ്പ് ഇന്ന ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ട്രിഗണോമെട്രി, ലോഗരിതം ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ മാത്തമാറ്റിക്സിന്റെ ബേസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമുക്ക് ഫിസിക്സിന് അത്യാവശ്യമുള്ള ഗ്രാഫുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളെ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫിന്റെ ഷേപ്പുകൾ എന്തായിരിക്കും, ഗ്രാഫിനകത്ത് നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാം, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഞാൻ പറയുന്നു ഇതെല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാനിവിടെ ചെയ്യുന്ന നിങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഒരു ഫിസിക്സ് പഠിക്കുന്ന ആൾ 11th 12th റിപ്പീറ്റ് ചെയ്യുന്ന ഇവർക്കൊക്കെ എപ്പോഴും നമ്മൾ ഗ്രാഫുകൾ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കേണ്ടി വരാം, എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മൾ വേറെ ഒത്തിരി എക്സ്ട്രാ വലിയ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യൂ. ഓക്കെ, അപ്പം നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് നമ്മൾ കിടക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ട് ഈസ് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഒരുവിധപ്പെട്ടവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് അനുസരിച്ച് അങ്ങനെയല്ല. നമ്മൾ ഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് വേരിയേഷൻ ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ഫിസിക്കൽ. ദാറ്റ് ഈസ് നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഏതാ നമ്മൾ ഡിഫറൻഷിയേഷൻ പറഞ്ഞത്? ഡെറിവേറ്റീവ് ഓഫ് വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം അത് തന്നെയാണ്. വേരിയേഷൻ ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേറൊരാൾക്കനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യും, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ്. ഇപ്പൊ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. നമ്മുടെ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ ഹെൽത്തും ഫുഡുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താ പറയുന്നത്? ഹെൽത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫുഡ്. അപ്പോൾ നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോഴും ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഒരാൾ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ എൻ്റെ ഹൈറ്റ് ഞാൻ വളരുക എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് മാറുന്ന പ്രോസസ്സാണ്. അപ്പം ഞാൻ എൻ്റെ വളർച്ച എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? ടൈമിന് ഡിപ്പെൻഡ് ചെയ്യും. അല്ലാതെ എൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചാണോ ടൈം മാറുന്നത്? അല്ല, ടൈമിനനുസരിച്ച് ഞാൻ വളർന്നോണം. അപ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് ക്വാണ്ടിറ്റികൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റിയിൽ ഒരാൾ മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് റേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇയറിനനുസരിച്ചാണ് ഗ്രോത്ത് റേറ്റുകൾ പറയുക. അപ്പോൾ അതുപോലെ ഏതൊരു രണ്ടുപേരെ തമ്മിൽ എടുത്തു കഴിഞ്ഞാലും ഒരാൾ മറ്റേ ആൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഫോർ ദ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫ്, ഒരു ഗ്രാഫ് നമ്മൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് വേരിയേഷൻ ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ. രണ്ടിൽ കൂടുതലും ആകാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നോർമലി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സാധാരണ കേസിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസുമാണ് എടുക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കേണ്ടുന്നത് ജനറലി ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ടുന്നത് ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റിയുമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ അല്ലല്ലോ, ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ്സ് ഓൺ ഫുഡ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫുഡ് ആണ്. അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫുഡാണ്, ഹെൽത്ത് ഫുഡിനനുസരിച്ച് മാറണം. അപ്പൊ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഹെൽത്ത് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫുഡിനെ ഇവിടെയും നമ്മൾ എടുക്കണം, ഹെൽത്തിനെ ഇവിടെയും നമ്മൾ എടുക്കണം എന്നതാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഫോർ ദ റെപ്രസെന്റേഷൻ ഓഫ്, മാറ്റി വരച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ജനറൽ സ്ട്രക്ചർ അതാണ്. ഫോർ ദ റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രാഫ്, ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ഈസ് ആൾവേസ് ടേക്കൺ അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി ഈസ് ആൾവേസ് ടേക്കൺ അലോങ് ദ വൈ ആക്സിസ്. നിങ്ങൾ ജനറൽ ആയിട്ട് ഒരു 4 ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം ജനറൽ ആയിട്ട്. ഒന്ന്, ഫസ്റ്റ് എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, അറിയാവുന്നവരുണ്ട്, ഉണ്ടാകാം, ഞാനത് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മൊമെന്റം ഓഫ് എ ബോഡി പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് എനർജി എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. അതിനകത്ത് എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആൻഡ് എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി, ഇങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഓംസ് ലോ പറയുന്നുണ്ട് ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി.
അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ ഏതെങ്കിലും വരികയാണ്, അതിനെല്ലാം ജനറലൈസ് ചെയ്ത് ഞാൻ എഴുതി എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ബി, ദാറ്റ് മീൻസ് എ ഡിപ്പെൻഡ്സ് ഓൺ ഫസ്റ്റ് പവർ ഓഫ് ബി. അവർ തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബി ഇവിടെ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ബി ഇവിടെയും എ ഇവിടെയും എടുത്തു കഴിഞ്ഞാൽ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയുന്നു, സെക്കൻഡ് ഗ്രാഫ് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി സ്ക്വയർ ആണെങ്കിലോ അതെങ്ങനെ വരും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ഹാഫ് എം വി സ്ക്വയർ ഓർ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി സ്ക്വയർ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, ദെയർഫോർ എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ഇങ്ങനെയുള്ള ഗ്രാഫുകൾ. അപ്പൊ ഇവിടെ സ്ക്വയർ സ്ക്വയർ. അപ്പൊ ഇവിടെ എ ഡിപ്പെൻഡ്സ് ഓൺ സെക്കൻഡ് പവർ ഓഫ് ബി. അതിന്റെ എയും ബിയും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചോണം. എയും ബിയും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് പാരബോളിക് ആയിരിക്കും. ഇങ്ങനെയുള്ള ആസ് ബി ഇൻക്രീസസ് എ ഇൻക്രീസസ് ഇൻ സ്ക്വയർ ടൈംസ്. ബി 1 ആവുമ്പോൾ എ 1, ബി 2 ആവുമ്പോൾ എ 4 ആവും, ബി 3 ആവുമ്പോൾ എ 9 ആവും. അപ്പോൾ പെട്ടെന്ന് കൂടിപ്പോകുന്നത് ആരായിരിക്കും? എ ഇൻക്രീസസ് വെരി റാപ്പിഡ്ലി. ദെയർഫോർ ദാറ്റ് ഗ്രാഫ് ഈസ് പാരബോളിക് ആൻഡ് ഇറ്റ് ഈസ് ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എയുടെ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യും. നേരെ തിരിച്ച് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. അത് ഓർത്തോണം, അങ്ങനെ ഒരു ഗ്രാഫ് നമുക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഓർക്കുക, അറ്റ് ദ സെയിം ടൈം എയും ബി സ്ക്വയറും കൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം എക്ക് പ്രൊപ്പോർഷണൽ ബി സ്ക്വയർ ആണ്. അപ്പൊ എയും ബി സ്ക്വയറും കൂടെ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫിന്റെ ഷേപ്പ് വീണ്ടും എന്ത് തന്നെ ആയിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. മറന്നു പോകരുത്. അടുത്ത നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറയുന്നു. A is directly proportional to 1 by b. That means inversely proportional to b. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്തുവാ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുക, ഏതെങ്കിലും, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻടു എൽ ഡി, അല്ലെങ്കിൽ വേണ്ട, ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എയും ബിയുമായിട്ട് നമ്മളൊരു ഗ്രാഫ് ഓർക്കുക, നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് എയും ബിയുമായിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആസ് ബി ഇൻക്രീസസ് എ ഡിക്രീസസ്. ഇതായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ച് കളഞ്ഞേക്കരുത്. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ബിയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ വരുമ്പോൾ എ 0 ആയി പോകും. അങ്ങനെ വരാൻ പാടില്ല. ബി ഇൻഫിനിറ്റി, ബി 0 ആവുമ്പോൾ എയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കണം. എയുടെ വാല്യൂ 0 ആയാൽ മാത്രമേ ബി ഇൻഫിനിറ്റി ആകൂ. ഇതായിരിക്കണം ഗ്രാഫിന്റെ ഷേപ്പ്. പക്ഷേ സെയിം ടൈമിൽ എയും 1 by ബിയും കൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, എയും 1 by ബിയും കൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ഈസ് അഗൈൻ എ സ്ട്രെയിറ്റ് ലൈൻ. 1 by ബി ഒറ്റ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത് വരച്ചാൽ ഇവിടെ 3 ഗ്രാഫായി. ഫോർത്ത് ഗ്രാഫ് കൂടി നമ്മൾ നോക്കുക. ഫോർത്ത് ഗ്രാഫ് എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, അങ്ങനെ കണ്ടീഷൻ ഉണ്ട്, വരികയാണെങ്കിൽ എയും ബിയും കൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ബി കൂടുമ്പോൾ എ പെട്ടെന്ന് കുറയും. ഇങ്ങനെ വരും. അതും ഇൻഫിനിറ്റിയിൽ ചെന്ന് മീറ്റ് ചെയ്യാവും. പക്ഷെ അവിടെയും എയും 1 by ബി സ്ക്വയറുമായിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചാൽ എഗൈൻ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. മറന്നുപോകുന്നു. ഈ 4 ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ഗ്രാഫുകളും നിങ്ങൾക്ക് വരയ്ക്കാം. 1 ഡയമെൻഷനകത്തേക്കുള്ള ഗ്രാഫുകളൊക്കെ നിങ്ങൾ അയ്യോ ഇങ്ങനെ നമ്മൾ കാണാതൊക്കെ ഒന്നും വേണ്ട. ഇത് നമുക്ക് ഇതും ഐഡിയയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഗ്രാഫുകൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 4 ഗ്രാഫുകൾ നമ്മൾ വളരെ, അപ്പൊ റൂട്ട് ബി ഒക്കെ വന്നാൽ എന്ത് ചെയ്യും? അതിനൊക്കെ വേറെ, നമുക്ക് അതിന് കറസ്പോണ്ടിങ് സ്ഥലം എത്തുമ്പോൾ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, എ ഈസ് ഡയറക്ട്ലി റൂട്ട് ടു ബി ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത്. അപ്പോൾ എഴുതണം എ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി. എന്നിട്ട് നമ്മളിത് ഇത് വെച്ചങ്ങ് ഗ്രാഫ് വരച്ചോണം. ഈ രീതിയിൽ അതിനനുസരിച്ച് ചെയ്തോണം. തിരിച്ചെഴുതണം ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. എഴുതി ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. റൂട്ട് 1 by റൂട്ടൊക്കെ ആണെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫ് ഞാനൊന്ന് പറഞ്ഞു തരുന്നു. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റൂട്ട് ടു ബി.
അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ബി ഇവിടെയും എടുക്കണം, എ ഇവിടെയും എടുക്കണം. ഇതാണ് നമ്മുടെ ഇത്. നമ്മൾ ഇത് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി ഓർ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഗ്രാഫ് നമ്മളിത് ഇങ്ങനെ തിരിച്ചു വരയ്ക്കേണ്ടി വരും. മനസ്സിലായി? ബി ഇവിടെയാണെന്നും എ ഇവിടെയാണെന്നും എടുത്ത് ആ ഗ്രാഫ് വരയ്ക്കുക, അത് തന്നെ തിരിച്ചു വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ പിന്നീട് മറ്റ് ക്ലാസ്സുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ പഠിച്ചിരിക്കുക, ടീച്ചേഴ്സ് പറഞ്ഞു തരും, കുഴപ്പമില്ല. അപ്പോൾ ഈ 4 ഗ്രാഫിൻ്റെ ഷേപ്പുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഈ 4 ഗ്രാഫ് നിങ്ങൾ കുറേ ഇപ്പോൾ പറയും ഞങ്ങൾക്ക് അറിയാമായിരുന്നു സാർ. ഓക്കെ, നിങ്ങൾക്കറിയാം. ഇനിയാണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ് വരച്ചാൽ അതൊക്കെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കറങ്ങിയിരുന്ന് പോകുന്നതാണ്. ഒരു ഗ്രാഫ് നമ്മൾ എടുത്താൽ എ ബി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഗ്രാഫാണെന്ന് കരുതുക. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ടാൻ തീറ്റയാണ്. ഇത്രയും കാര്യങ്ങൾ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് ഓർത്തോണം. അവിടെ വൈ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അർത്ഥം വൈ ബൈ എക്സ് എന്നല്ല, വൈയിലെ ക്വാണ്ടിറ്റി എന്താണോ അത് ഡിവൈഡഡ് ബൈ എക്സിലെ ക്വാണ്ടിറ്റി. ചേഞ്ച് ആണ്, അത് ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബി എന്ന് വരും. ഡെൽറ്റ എ വൈയിൽ, ഇവിടെ ഞാൻ ഇവിടെ ഇതിന് പകരം ഇങ്ങനെ വൈ എന്ന് എഴുതുന്നു. വൈയും എക്സും എന്ന് എഴുതിയാൽ ശരിക്കും വൈ ബൈ എക്സ് എന്നല്ല പറയേണ്ടത്, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ചേഞ്ച്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈയിലെ ക്വാണ്ടിറ്റി എന്താണോ ഡിവൈഡഡ് ബൈ എക്സിലെ ക്വാണ്ടിറ്റി. അതാണ് ചിന്തിക്കേണ്ടത്, അല്ല വൈ ബൈ എക്സ് എന്നോ ഡെൽറ്റ വൈ അതല്ല പറഞ്ഞത്. ആ കിട്ടുന്ന സാധനം നമുക്ക് സ്ലോപ്പ് എടുക്കുമ്പോൾ കിട്ടേണ്ടുന്ന സാധനം വൈയിലെ ക്വാണ്ടിറ്റി എക്സിലെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമോ അതാണ്. ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഇനി അടുത്തത് ഇവന്റെ ഏരിയ എടുത്താൽ, ഏരിയ ഈസ് ഈക്വൽ ടു എ വൈ ഇൻറ്റു എക്സ് ആണ്. ഞാൻ ഇവിടുത്തെ ലോജിക്കുകളൊന്നും പറയുന്നില്ല, കിട്ടുന്ന സാധനം എന്താണെന്ന് മാത്രം പറയാണ്. വൈ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ വൈ എക്സ് ഹാഫ് എക്സ് ഇൻറ്റു വൈ എന്നല്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് എക്സ്. അതല്ല ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുക. അപ്പോൾ എക്സിലെ ക്വാണ്ടിറ്റിയെ വൈയിലെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതാണ് ഏരിയ. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ചോദിച്ചാൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. 1 ഡയമെൻഷണൽ മോഷൻ പഠിച്ചു കഴിഞ്ഞവർക്ക് നമുക്കറിയാം, മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു കഴിഞ്ഞവർക്ക് നമുക്കറിയാം. ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ആ ഗ്രാഫിൻ്റെ തുടക്കത്തിൽ ഇതിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയും 0 ടൈമിൽ. ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് അവന്റെ വെലോസിറ്റി v ആയിട്ട് മാറും. ഇതാണ് യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതാണ്. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എക്സ് ആക്സിലേക്ക് വരിക, ഈ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കണം? ഹിയർ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വി മൈനസ്, ഇത്രയും വി ആണ്, ഇത് യു ആണ്. therefore this is equal to v minus u divided by t. v minus u divided by t ക്ക് പറയുന്ന പേരാണ് ആക്സലറേഷൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ, അതുകൊണ്ടാണ് പറയുക. അപ്പൊ നിങ്ങൾ ശരിക്കും എന്ത് മാത്രമേ നോക്കാവുള്ളൂ? ഈ ഗ്രാഫ് ഒന്നും നോക്കണ്ട. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നതാണ് ആക്സലറേഷൻ. അത്രയും ചിന്തിക്കാവുള്ളൂ. അല്ലെ ഗ്രാഫിന്റെ സ്ലോപ്പ് ഒന്നും എടുക്കാൻ നിൽക്കരുത്. അത് ആൻസർ കണ്ടെത്തണമെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇതിന്റെ ഏരിയ എടുത്താൽ എന്ത് കിട്ടും? ഏരിയ എടുക്കുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് പറയുക? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ആൻഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ സാധാരണ പഠിപ്പിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ വന്ന ഇതാണ്. ഒരു എക്സ് ആക്സിൽ ഒരു ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നു, എക്സ് ആക്സിൽ ഒരു ക്വാണ്ടിറ്റി ടൈം, വൈ ആക്സിൽ ഒരു ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നു വൈ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. എന്നിട്ട് ഇങ്ങനെയായിരുന്നു ഗ്രാഫ്. ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇത് 2400 ആണ്.
ഇത് 600 ആണ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആ ടോട്ട്, ബോഡി റെസ്റ്റിലാവുകയാണ്. അതിന്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം ഈസ് സപ്പോസ് ഇറ്റ് ഈസ് 10 സെക്കൻഡ്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണ്. The revolution per time, revolutions frequency, time graph of a body which is gradually comes to rest from a certain velocity is as shown in the figure. What is the angle turned by the body during this period? ഇത്രയും സമയം കൊണ്ട് അവൻ ടേൺ ചെയ്ത ആംഗിൾ എത്ര? അപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനും ഇതും കൂടെ കേട്ടാൽ നമ്മൾ ശരിക്കും അങ്ങനെ ഞെട്ടിപ്പോ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? സംഭവം ഒന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്, RPM. അതിന് RPSലേക്ക് മാറ്റണം. അപ്പോഴേ ഫ്രീക്വൻസി RPSലേക്ക് മാറ്റുക. മാറ്റുമ്പോൾ 2400 ഡിവൈഡഡ് ബൈ 60 ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 ക്യാൻസൽ ആയി പോയതിനു ശേഷം 40 എന്ന് വരും. 40 ഇവിടെയാണെങ്കിൽ 10 എന്നും വരും. ഇനി നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെ ഈ ഏരിയ അങ്ങ് എടുത്താൽ മതി. ഈ ഏരിയയും ഈ 3 ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്തുവാണ്? revolutions per second divided by into time. Revolutions number of rotations per second into time second. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ആയിപ്പോട്ട് എന്ത് കിട്ടും? നമ്പർ ഓഫ് റൊട്ടേഷൻസ് കിട്ടും. സിമ്പിൾ. ഒരു നമ്പർ ഓഫ് റൊട്ടേഷൻ നടക്കുമ്പോൾ ടേൺ ചെയ്യുന്ന ആംഗിൾ 2π. അങ്ങനെ എത്ര നമ്പർ ഓഫ് റൊട്ടേഷൻ നടക്കുമോ അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കുക. ഹിയർ ദ ഏരിയ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൊട്ടേഷൻസ് ബൈ ദാറ്റ് പാർട്ടിക്കിൾ. അത് നമുക്ക് മനസ്സിലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ആ ഏരിയ എടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്നുള്ളത് എക്സിലെ ക്വാണ്ടിറ്റി ഇൻറ്റു വൈയിലെ ക്വാണ്ടിറ്റി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വൈയിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ എക്സിലെ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾ നോക്കി അങ്ങ് എടുത്തോളാം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് ഗ്രാഫിന്റെ ഏരിയ. ഇനി നമുക്ക് 2 ഗ്രാഫുകൾ ഇങ്ങനെ കിട്ടിയാൽ സ്ലോപ്പ് കൂടുതൽ ബിക്കാണ്. ചിലർ ചരിവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടുതൽ ബിക്കാണ്. സ്ലോപ്പ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ, അവിടെ ഒന്ന് ഓർത്തിരിക്കുവാണ്, ചിലപ്പോൾ അത് തെറ്റിക്കുന്നുണ്ട് പലരും. സ്ലോപ്പ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് എ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇപ്പൊ ഇവിടെ ഞാൻ വെലോസിറ്റിയും ടൈമും കൊടുത്തൊരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇവിടെ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഓരോ സ്ഥലത്ത് വരുമ്പോഴും സ്ലോപ്പിന്റെ വാല്യൂ കൂടിക്കൂടി വരികയാണ്. ഉണ്ടോ? ഇവിടെ സ്ലോപ്പ് കുറവാണ്, ഇവിടെ ഏറ്റവും കുറവാണ്. അപ്പൊ ഈ ഗ്രാഫിനകത്ത് സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? സ്ലോപ്പാണ്. ആക്സലറേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി ഈക്വൽ ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ആക്സലറേഷൻ 10 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ഓരോ സെക്കൻഡിലും 10 വീതം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ആക്സലറേഷൻ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ആക്സലറേഷൻ is increasing, therefore velocity is increasing very rapidly എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ 1 ഡയമെൻഷൻ വരുമ്പോൾ ഓർത്തോണം. എന്നാൽ ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ കിട്ടിയാൽ അതിന്റെ അർത്ഥം സ്ലോപ്പ് ഈസ് ഡിക്രീസിങ്. ഓരോ സമയത്തും സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. സ്ലോപ്പ് ഈസ് ഡിക്രീസിങ്. അതിന്റെ അർത്ഥം ആക്സലറേഷൻ ഈസ് ഡിക്രീസിങ്. അതിന്റെ അർത്ഥം വെലോസിറ്റി കുറയുന്നു എന്നല്ല, വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് കുറയുന്നു. 10ൽ നിന്നും 20 ആയി, അടുത്ത സെക്കൻഡിൽ 20ൽ നിന്നും 25 5 കൂടിയുള്ളൂ. പിന്നെ അത് 25ൽ നിന്ന് 28 ആയി, 3 കൂടിയുള്ളൂ. പിന്നെ 20 30 ആയി. അങ്ങനെ ഇതിന്റെ അർത്ഥം വെലോസിറ്റി കുറയുന്നു എന്നതിന് അർത്ഥമില്ല. അപ്പൊ സ്ലോപ്പ് ഈസ് ഡിക്രീസിങ് മീൻസ് ആക്സലറേഷൻ ഈസ് ഡിക്രീസിങ് ബട്ട് ദ വെലോസിറ്റി ഈസ് സ്റ്റിൽ ഇൻക്രീസിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കും. ഞാൻ 4 ഗ്രാഫ് പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി സൈൻ ഗ്രാഫ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്. ആ 4 ഗ്രാഫുകളുടെ ഷേപ്പുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. സൈൻ ഗ്രാഫ്, സൈൻ വേവിന്റെ ഷേപ്പ് ഇതാണ്. കോസ് വേവിന്റെ ഷേപ്പ് അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കോസ് വേവിന്റെ ഷേപ്പ് ഇതാണ്. ഇതിനെ നമ്മൾ തലതിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് മൈനസ് സൈൻ വേവായി.
ഇത് മൈനസ് സൈൻ. ഇതൊക്കെ നമുക്ക് പലയിടത്തും വരയ്ക്കേണ്ടി വരുന്നതാണ്. ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മൈനസ് കോസ്. 0, 90, 180, 270, 360. ഞാൻ അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും വരച്ചു വെച്ചിരിക്കുന്നത് 360 വരെ. അപ്പോൾ സൈൻ വേവ്, കോസ് വേവ്, മൈനസ് സൈൻ വേവ്, മൈനസ് കോസ്. ഓർത്തിരിക്കണം. സൈൻ വേവിൻ്റെയൊക്കെ ഷേപ്പ് നമുക്ക് ഓസിലേഷൻസ് പിന്നെ എ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ആവശ്യമായിട്ട് വരും. അതെല്ലാം നമുക്ക് അവിടെ വരയ്ക്കണം. പിന്നെ അതിനകത്ത് ആ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കുറേയധികം sin 90 പ്ലസ് തീറ്റ എങ്ങനെ വരയ്ക്കും, sin 90 മൈനസ് തീറ്റ എങ്ങനെ വരയ്ക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം ഇത് പഠിച്ചു വയ്ക്കാം. അപ്പൊ ഈ തൽക്കാലമായിട്ട് നമ്മൾ ഈ സാധനം പഠിച്ചു. അപ്പൊ ഇതിനകത്ത് ഓർക്കുക, കഴിഞ്ഞ നമ്മുടെ ഇതിനകത്ത് വരച്ച ഗ്രാഫുമായിട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത്, നമ്മുടെ ട്രിഗണോമെട്രിയിൽ ഞാൻ ഗ്രാഫ് വരച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു sin 90 മൈനസ് തീറ്റ ഈസികൾ sin 90 പ്ലസ് തീറ്റ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു. ആ റിലേഷൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, അതോടുകൂടി നമുക്ക് ഗ്രാഫുകൾ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം, സൈൻ തീറ്റയും കോസ് തീറ്റയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? ഓർക്കുക, സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിനെയാണ് പല സ്ഥലത്തും നമ്മൾ ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഫേസ്, PHASE, ഫേസ്. അതൊക്കെ എന്താണ് നമ്മൾ ഓസിലേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ വിശദമായിട്ട് പഠിക്കും. ഓസിലേഷൻസ് നല്ലവണ്ണം പഠിച്ചാൽ മാത്രമേ നമുക്ക് AC എന്താണെന്ന് മനസ്സിലാവൂ, വേവ് ഒപ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാവൂ, പിന്നെ വേവ്സ് എന്താണെന്ന്. അപ്പം നമുക്ക് ഓസിലേഷൻസ് നല്ലോണം പഠിച്ചാൽ അതിൻ്റെ ഓസിലേഷൻ കഴിഞ്ഞ് വരുന്ന വേവ്സ് നന്നായിട്ട് മനസ്സിലാവും. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏത് മനസ്സിലാവൂ, നമ്മുടെ പിന്നെ AC എന്താണെന്ന് നല്ലൊരു ഐഡിയ കിട്ടൂ. അത് അത്ര ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേവ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലായിക്കോണം. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ഫേസ്. ഞാനിവിടെ ചുരുക്കി പോകുന്നു, അത് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് നമ്മുടെ 11th പഠിക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഇത് അങ്ങോട്ട് ദഹിക്കത്തില്ല. 12th പഠിക്കുന്നവരും നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിട്ട് മനസ്സിലായിക്കോണം. അത് ആ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ അതിനകത്ത് വിശദമായിട്ട് ഫേസ് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നൊക്കെ അവിടെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഫേസ്, സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ഫേസ് എന്ന് പറയും. അപ്പൊ സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? സൈനും മൈനസ് സൈനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, കോസും മൈനസ് കോസും, ഇങ്ങനെ കുറേ ആളുകളെ തമ്മിൽ ചോദിക്കാം. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ വരികയും ചെയ്യും, ഓസിലേഷനകത്ത് വരികയും ചെയ്യും. നമ്മൾ ഒരു കാര്യം മാത്രം, ഞാനത് വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒന്ന് ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു സർക്കുലാർ മോഷൻ നടക്കുന്നു എന്ന് കരുതുക. ഒരു സർക്കുലാർ മോഷന്റെ കേസിൽ ടോട്ടൽ ആംഗിൾ വരുന്നത് 360 ഡിഗ്രിയാണ്. 0, 90, 180, 270 and 360. നിങ്ങൾ ഓർക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം പഠിച്ച, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 4 പേര് ഇതിനകത്തുകൂടി കറങ്ങുകയാണ്. ആരൊക്കെ ആയിരിക്കും 4 പേര്? സൈൻ, കോസ്, മൈനസ് സൈൻ, മൈനസ് കോസ്. ഇവരുടെ പൊസിഷൻസ്, ഒരു പൊസിഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും? കോസ്. ഇത് രണ്ടും മനസ്സിലാക്കുക. സൈൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്നത് കോസ് ആയിരിക്കും, ഇവിടെ നിൽക്കുന്നത് സൈൻ. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആരായിരിക്കും? ഇവിടെ നിൽക്കുന്നത് കോസ് ആയിരിക്കും. ഇനി ബാക്കി പറയാൻ നമുക്ക് എളുപ്പമാണ്. കോസിന് ഓപ്പോസിറ്റ് വരുന്നതാണ് മൈനസ് കോസ്, സൈനിന് ഓപ്പോസിറ്റ് വരുന്നതാണ് മൈനസ് സൈൻ. ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ 180 ഡിഗ്രിയൊക്കെ ഞാൻ അങ്ങ് മായ്ച്ചു കളയുന്നു. ഇനി 180 ഡിഗ്രി ഒന്നും നമുക്ക് വേണ്ട, 180 360 ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇവിടെ സൈൻ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ്, ഇവിടെ കോസ്. കോസിന് ഓപ്പോസിറ്റ് മൈനസ് കോസ്, സൈനിന് ഓപ്പോസിറ്റ് മൈനസ് സൈൻ. ശ്രദ്ധിച്ചോണം, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻ ആൻഡ് കോസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻ ആൻഡ് കോസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പറയാം: കോസ് ലീഡ്സ് ഓവർ സൈൻ ബൈ 90. കോസ് ലീഡ്സ് ഓവർ സൈൻ ബൈ 90. സൈനേക്കാളും കോസ് 90 ഡിഗ്രി മുമ്പിലാണ്. അല്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം? സൈൻ ലാഗ്സ് ബിഹൈൻഡ് കോസ് ബൈ 90. സൈൻ കോസിന്റെ 90 ഡിഗ്രി പുറകിലാണ്. അപ്പൊ ഇനി അടുത്ത് പറ,
കോസും മൈനസ് സൈനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? 90. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മൈനസ് സൈൻ ലീഡ്സ് ഓവർ കോസ് ബൈ 90 ഓർ കോസ് ലാഗ്സ് ബിഹൈൻഡ് സൈൻ ബൈ 90 ഡിഗ്രി പുറകിൽ. കോസും മൈനസ് കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? 180. സൈനും മൈനസ് സൈനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? 180. മൈനസ് സൈനും മൈനസ് കോസും തമ്മിൽ 90, മൈനസ് കോസും സൈനും തമ്മിൽ 90. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രാഫിനകത്ത് നിങ്ങൾക്ക് ഇത് എത്ര സ്ഥലത്ത് നമുക്കിത് പ്രയോജനം ചെയ്യുമെന്നറിയാം. എത്ര സ്ഥലത്ത് നമുക്കിത് പ്രയോജനം ചെയ്യുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രാഫിനകത്ത് നിന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിനകത്ത് ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് ഗ്രാഫിനകത്ത് പ്രത്യേകിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഒരു പാരബോളയുടെ ഒരു ഗ്രാഫ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ ഒന്ന് ഓർക്കുക. പാരബോളയുടെ ഒരു ഗ്രാഫ്, അതും നമ്മുടെ എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പഠിക്കുന്നത് y is equal to ax plus bx square is the graph of a parabolic എന്നാണ്. പാരാബോളയുടെ ഇക്വേഷൻ ഇങ്ങനെയാണെന്നാണ് പറയുക. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് y is directly proportional to x square ആണെങ്കിൽ പാരബോളിക് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആക്ച്വലി ദിസ് ഈസ് എ ഇക്വേഷൻ. y is equal to ax plus bx square എന്ന് പറയുന്നതാണ് പാരബോളയുടെ ഇക്വേഷൻ. നിർബന്ധമില്ല y is equal to ax minus bx square എന്നായാലും മതി. y is equal to ax minus bx square എന്നായാലും മതി. അതെന്താ സാർ? അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ ശരിക്കും ഉദ്ദേശിക്കുക? രണ്ടിനും ഗ്രാഫിന്റെ ഷേപ്പ് രണ്ടും പാരബോളിക്കാണ്. പക്ഷെ ഗ്രാഫിന്റെ ഷേപ്പ് രണ്ടാണ്. എന്താണെന്നറിയാമോ? ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പഠിക്കുന്നുണ്ട് റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ. 12th 11th പഠിക്കുന്നവർ ദയവേത് ക്ഷമിക്കുക. 12th റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർ നീറ്റിന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. R is equal to R0 into 1 plus alpha t എന്നാണ് നമ്മൾ എഴുതുക. R is equal to R0 into 1 plus alpha t. ശരിക്കും ഇതിന്റെ ഇക്വേഷൻ R is equal to R0 into 1 plus alpha t എന്നല്ല, ഇച്ചിരി കൂടി ഉണ്ട്. ആക്ച്വൽ ഇക്വേഷൻ R is equal to R0 into 1 plus alpha t plus beta t square എന്നാണ്. അങ്ങനെ ഒരു ഫാക്ടർ കൂടിയുണ്ട്. എന്നിട്ട് അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ അന്ന് എനിക്ക് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു IIT ആണെന്ന് തോന്നുന്നു. അന്ന് IIT ചോദിച്ചെങ്കിൽ ഇപ്പോൾ അത് നീറ്റിനൊക്കെ ചോദിക്കും. കാരണം ആ ലെവലിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ R is equal to R0 into 1 plus alpha t plus beta t square and the corresponding variation of resistance with the temperature is given by the graph is this. ഇതാണ് കറസ്പോണ്ടിങ് ഗ്രാഫ്. രണ്ടും പറഞ്ഞു. R is equal to R0 into 1 plus alpha t plus beta t square. The corresponding variation of the resistance with the temperature is given by this graph. Here, alpha and beta are. എന്നിട്ട് 4 ചോയ്സ് അവിടെ കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആൽഫ പോസിറ്റീവ്, ബീറ്റ പോസിറ്റീവ്, ബി ചോയ്സ് ആൽഫ നെഗറ്റീവ്, ബീറ്റ നെഗറ്റീവ്, സി ചോയ്സ് ആൽഫ പോസിറ്റീവ്, ബീറ്റ നെഗറ്റീവ് ആൻഡ് ഡി ചോയ്സ് ആൽഫ നെഗറ്റീവ്, ബീറ്റ പോസിറ്റീവ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ എന്നുള്ളതാണ് വിഷയം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നവരുണ്ടാകും. ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ പേർക്കും അത് പറ്റില്ല. കാരണം ഇതിനകത്ത് നോക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദ റെസിസ്റ്റൻസ് ഈസ് കണ്ടിന്യൂവസ്ലി ഇൻക്രീസിങ്. അതിൻ്റെ അർത്ഥം ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്. ഇതാണ് ആൻസർ. അതുകൊണ്ടാണ് ഇവനിങ്ങനെ കൂടി 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 പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം ഇത് ഈ ഇക്വേഷനകത്ത് ഒരു മാറ്റവും വരാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് കരുതുക. R is equal to R0 into 1 plus alpha t minus beta t square എന്നായിരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ പ്ലസ് ബീറ്റ ടി സ്ക്വയർ. അങ്ങനെ വരില്ല. നമ്മുടെ പാരബോളിക്കിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ എടുക്കുക. പ്രൊജക്ടൈലിനകത്ത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റിയിടട്ടെ, അങ്ങോട്ട്. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ കേസിൽ നമ്മളൊരു കല്ലിനെ എടുത്തെറിയുമ്പോൾ അവന്റെ വൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻട്രൻസിൽ പഠിക്കുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്.
അപ്പൊ ഇവിടെ യു സൈൻ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ്, സോറി ടാൻ തീറ്റ ഇൻറ്റു എക്സ് ആണ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു എക്സ്. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷൻ ആണ്, കാണാൻ പഠിച്ചു വെച്ചേ പറ്റൂ, ഇത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇവിടെ y is ഡയറക്ട്ലി, അപ്പൊ ഈ ഇക്വേഷൻ ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പോലെയാണ്, പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ്. ഇവന്റെ ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രൊജക്ടൈലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആദ്യമേ വൈയുടെ വാല്യൂ പോസിറ്റീവ്, ഇതായിരിക്കും കൂടുതൽ, ആ സമയത്ത് ഇയാൾ കുറവായിരിക്കും. പക്ഷെ എക്സിന്റെ വാല്യൂ കൂടി 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 വരുന്തോറും എന്ത് സംഭവിക്കും? ഇതിന്റെ വാല്യൂ ഇതിനേക്കാൾ കൂടാൻ തുടങ്ങും. കൂടി 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 ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആവും. അതാണ് ഈ പോയിന്റ്. കണ്ടോ, വൈയുടെ വാല്യൂ 0 ആയി. അത് കഴിഞ്ഞിട്ട് ഇവൻ കൂടിപ്പോവും, അപ്പൊ നെഗറ്റീവിലേക്ക് പോകും. കല്ല് താഴേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ട് എറിയുന്ന ഒരു ടവറിന്റെ മുകളിൽ നിന്നാണെങ്കിൽ അത് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത് പിന്നെ താഴോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്. ആദ്യമേ കൂടിയതിനു ശേഷം പിന്നീട് കുറഞ്ഞ് പിന്നീട് അത് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ടേം പോസിറ്റീവും രണ്ടാമത്തെ ടേം നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടുന്നത്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എ ആർ ഈസികൾ എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ആണെങ്കിൽ ഗ്രാഫ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. എന്നാൽ എ എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ ആണെങ്കിൽ ഗ്രാഫ് ആദ്യമേ കൂടിയിട്ട് പിന്നെ കുറഞ്ഞ് 0 വരും, പിന്നെ നെഗറ്റീവിലേക്ക് പോകും. ഇതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഗ്രാഫുകൾ വരും. വരുന്ന സമയത്തൊക്കെ നമ്മൾ ഞെട്ടിയിരുന്ന് കളഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗ്രാഫിന്റെ കണ്ടീഷൻസ് ഞാൻ നിർത്തുന്നു. ഇതോടുകൂടി നമ്മുടെ ഗ്രാഫ് കഴിഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്, ഇപ്പൊ നമ്മൾ 4, 5 അഞ്ചായെന്ന് തോന്നുന്നു അല്ലേ? ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ട്രിഗണോമെട്രി, ലോഗരിതം ആൻഡ് ദെൻ ഗ്രാഫ്. 5 ക്ലാസ്. ഇത്രയും കൊണ്ട് മാത്തമാറ്റിക്സിന്റെ ഏകദേശം ബേസിക്സ് കഴിഞ്ഞു. മാത്തമാറ്റിക്സിന്റെ ബേസ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ബേസ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നത് ഫിസിക്സിനകത്തുള്ള ഫിസിക്സിന്റെ ബേസിക് ടാസ്ക്, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അതിനകത്തുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ കൊച്ചു വീഡിയോകളായിട്ട് ഇറക്കും. അത് ഇത്രയും കൂടെ ബേസ് വീണ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഫിസിക്സ് പോയാൽ ലോജിക്കൽ ഉണ്ടാക്കുക, കയറി പോവുക. ഓക്കെ, ഇത്ര നല്ല ബേസ് ഉണ്ടായിക്കണം. ഓക്കെ, ബൈ.